ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തേക്കുള്ള PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ എന്നീ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായി പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക, എല്ലാ യൂണിവേഴ്സിറ്റികളിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഇൻഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഇവിടെ മുഴുവനായിട്ടും കേൾക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുക്കാം. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. നേരത്തെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികളുടെ അടുത്ത ഘട്ടമായിട്ടുള്ള PG അഡ്മിഷൻ, അത് നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ യൂണിവേഴ്സിറ്റിയിലെയും ഗവൺമെൻറ്, അതേപോലെ തന്നെ എയ്ഡഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് എന്നീ 3 കാറ്റഗറിയിലെ കോളേജിലോട്ട് വിദ്യാർത്ഥികളുടെ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ട്. നേരത്തെ PG, അതായത് എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള അഡ്മിഷൻ ഓൾമോസ്റ്റ് എല്ലാ യൂണിവേഴ്സിറ്റിയും നേരത്തെ തന്നെ എൻട്രൻസ് എക്സാമും അതേപോലെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡിഗ്രിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നോർമലായിട്ടുള്ള അഡ്മിഷനാണ്. അപ്പോൾ അത് ഏറ്റവും ലേറ്റസ്റ്റ് ഉള്ള അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇനി അടുത്ത പ്രധാനപ്പെട്ട ഘട്ടമായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കുക. 15/7/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. അപ്പോൾ നിലവിൽ PG അഡ്മിഷൻ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രയൽ അലോട്ട്മെൻറ്റ് 15/7/2024 യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.uoc.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷൻ ലിങ്ക് വഴി നിങ്ങളുടെ പേയ്ഡും അതേപോലെ സെക്യൂരിറ്റിക്കും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക, ജസ്റ്റ് നോർമലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ സാധ്യത മാത്രമാണ്. സ്വാഭാവികമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്ത ദിവസം, അതായത് അന്നത്തെ ദിവസം മുതൽ 17-ാം തീയതി വരെ പ്രധാനമായിട്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് ആവശ്യമാണെങ്കിൽ ബന്ധപ്പെട്ട ഡാറ്റകൾ എഡിറ്റ് ചെയ്യും. അതുകൊണ്ട് എഡിറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24/7/2024 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കും. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ജസ്റ്റ് ഒരു സാധ്യത മാത്രമാണ്. വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും ട്രയൽ അലോട്ട്മെൻറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഓരോ കമ്മ്യൂണിറ്റി കോട്ടയിൽ വരുന്ന റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളുടെയും ഡേറ്റ് കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതത് സമയങ്ങളിൽ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ഓരോ ഘട്ടത്തിലും ശ്രദ്ധിക്കേണ്ട അപ്ഡേറ്റ്സ് നമ്മുടെ ഈ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ട്രയൽ അലോട്ട്മെൻറ്റ് സമയം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയം, മറ്റു കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ ടൈം, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കലി ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ നിങ്ങൾ മറക്കാതെ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. രണ്ടാമതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കാം. നേരത്തെ PG അഡ്മിഷൻ ഡേറ്റ്, അതായത് ശ്രദ്ധിക്കുക, നേരത്തെ തന്നെ PG അഡ്മിഷൻ ഡേറ്റ് കഴിഞ്ഞിരുന്നു. പക്ഷേ വീണ്ടും യൂണിവേഴ്സിറ്റി PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നിലവിൽ വിദ്യാർത്ഥികൾക്ക് 15/7/2024 വരെ കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ, അതായത് ഗവൺമെൻറ്, എയ്ഡ്, സെൽഫ് ഫിനാൻസ് കോളേജിലുള്ള വിവിധ സബ്ജക്റ്റുകളുടെ വിദ്യാർത്ഥികൾക്ക് PG അഡ്മിഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും വിദ്യാർത്ഥികൾ PG അഡ്മിഷന് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് 15/7/2024 വരെ അപേക്ഷ കൊടുക്കാം. അതിനായിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള admission.keralauniversity.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് PG അഡ്മിഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെയാണ് കോളേജുകൾ എന്നുള്ളത് നമുക്ക് ഏറ്റവും മുകളിൽ പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. യൂണിവേഴ്സിറ്റികളിലെ കോളേജുകൾ ഏതൊക്കെയാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് പ്രോസ്പെക്ട്സ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ളവർക്ക് ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഡാറ്റകളൊക്കെ പരിശോധിച്ച ശേഷം പുതുതായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ ഓൾറെഡി അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 15-ാം തീയതിക്ക് ശേഷം ട്രയൽ അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കും. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിദ്യാർത്ഥികളെ സ്പോട്ടിൽ തന്നെ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇനി മൂന്നാമതായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നോക്കാം. നിലവിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ട്രയൽ അലോട്ട്മെൻറ്റ് നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റിൽ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അപേക്ഷയിലെ ഏതെങ്കിലും തെറ്റുകൾ തിരുത്തുവാൻ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിലവിൽ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ ലാസ്റ്റ് ഡേറ്റ് 18/7/2024 വരെയാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, ഉദാഹരണത്തിന് നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ കമ്മ്യൂണിറ്റി അതേതാണ് തെറ്റിപ്പോയി, ഇനി അല്ലെങ്കിൽ മാർക്ക് എൻ്റർ ചെയ്ത് മിസ്റ്റേക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റേജ് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വെയിറ്റേജ് അതിൽ ഏഡ് ചെയ്തു, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കൊക്കെ നിലവിൽ എഡിറ്റ് അത് തെറ്റുകൾ തിരുത്തുവാനുള്ള അവസാന ഡേറ്റ് 18/7/2024 അതിനായിട്ട് വിദ്യാർത്ഥികൾ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് admission.kannur.university.ac.in എന്നുള്ള വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾ PG ആപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഈ ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കറക്ഷൻ ഫീ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് 200 രൂപ നിങ്ങൾ കറക്ഷൻ ഫീ ഇനത്തിൽ നിങ്ങൾ നൽകിയതിന് ശേഷം അതിൻ്റെ ചലാനും അതോടൊപ്പം തന്നെ മാറ്റം വരുത്തേണ്ട പ്രധാനപ്പെട്ട വിശദാംശങ്ങളുടെ രേഖകൾ, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെയിറ്റേജ് ഏഡ് ചെയ്യുകയാണെങ്കിൽ ഏതാണോ വെയിറ്റേജ് അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, അല്ലെങ്കിൽ മാർക്ക് മിസ്റ്റേക്ക് എൻ്റർ ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏതാണോ മിസ്റ്റേക്ക് തിരുത്തുന്നത് അത് ആ ഒരു തെറ്റ് തിരുത്തിയതിൻ്റെ രേഖയും ചലാനും നിങ്ങൾ കൃത്യമായിട്ട് സ്കാൻ ചെയ്ത് pgsw@kannur.ac.in എന്നുള്ള ഇമെയിൽ നിങ്ങൾ അയച്ചു കൊടുത്ത് നിങ്ങളുടെ ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ തിരുത്തുവാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആയിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്ക് 18/7/2024 ശേഷം തീർച്ചയായിട്ടും വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മുഴുവൻ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനൽ കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും PG അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന അത് അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികളും 18/7/2024 ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട എല്ലാ അപ്ഡേറ്റ്സുകളും കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. ഇനി അവസാനമായിട്ട് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള നാലാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയുടെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. MG യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് MG യൂണിവേഴ്സിറ്റിയുടെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഏകജാലക പ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ SC/ST വിഭാഗത്തിൽ അപേക്ഷ കൊടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള cap.mgu.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് PG ക്യാപ്പ് ലിങ്ക് വഴി നിങ്ങളിവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ലോഗിൻ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് SC/ST വിഭാഗക്കാരുടെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വിഭാഗത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 17-ാം തീയതി വൈകിട്ട് 4-ന് മുമ്പ് തന്നെ കോളേജിൽ പോയിട്ട് സ്ഥിരപ്രവേശനം നടത്തേണ്ടതാണ്. ഇനി കൂടാതെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ നേരത്തെ അത് ടെമ്പററി അഡ്മിഷന് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികളും ഈ ഘട്ടത്തിൽ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ SC/ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വന്ന ഏത് കോളേജാണോ ആ കോളേജ് നിർബന്ധമായിട്ട് നിങ്ങളും പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം സാധാരണ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അഡ്മിഷൻ ശേഷമുള്ള കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ മറ്റു കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ്. നേരത്തെ മുൻ അലോട്ട്മെൻറ്റുകളിൽ ഉൾപ്പെടാത്തവരും അതോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം പ്രവേശനം എടുക്കാത്തവരും ഇതുവരെ അപേക്ഷിക്കാത്തവർ വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ നിലവിൽ ജൂലൈ 18-19 തീയതികളിൽ SC/ST രണ്ടാം സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുവാനും പുതിയ ഓപ്ഷൻസ് നൽകുവാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെയും PG അപേക്ഷ കൊടുക്കാൻ ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. കൂടാതെ ഒരുപാട് വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് പുറത്തായിട്ടുള്ള, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാതെ അല്ലെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കാതെ പുറത്ത് പോയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ സെക്കൻഡ് സപ്ലിമെൻ്ററി, അതായത് SC/ST വിഭാഗക്കാരുടെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്തുകൊണ്ട് അടുത്ത സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കൂടി ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ വേക്കൻസി വരുന്ന സീറ്റുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത്രയും കാര്യങ്ങളാണ് MG യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. അപ്പോൾ എന്തായാലും 4 യൂണിവേഴ്സിറ്റികളിലും PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.